നമസ്കാരം, വിഷ്ണു ആണേ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, മാക്സിമം ആളുകൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനൊന്ന് ശ്രമിക്കുക. അതുപോലെ തന്നെ ദയവ് ചെയ്ത് ഇതിനെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കണ്ട് ചിന്തിക്കാൻ ഒന്ന് ശ്രമിക്കുക. ഞാൻ കോന്നി സ്വദേശിയാണ്. എൻ്റെ അച്ഛൻ ഒരു റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥനായിരുന്നു, അമ്മ ഹൗസ് വൈഫുമായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 18 അച്ഛന് പെട്ടെന്ന് കാർഡിയക് അറസ്റ്റ് ഉണ്ടാകുകയും ചെയ്തു. അതിനോടനുബന്ധിച്ച് അച്ഛനെ ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു. പട്ടാള ഉദ്യോഗസ്ഥർക്ക് ഫ്രീ ആയിട്ട് ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ECHS ഫെസിലിറ്റീസ് എന്നാണ് പറയുന്നത്. അവർക്ക് പൊതുവെ എല്ലാ കാര്യങ്ങളും ഫ്രീ ആണ്. അവരുടെ ട്രീറ്റ്മെൻറ്റും എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാരാണ് അത് വഹിക്കുന്നത്. അപ്പം അങ്ങനെ ഏപ്രിൽ 18 അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. 18 ദിവസത്തിന് ശേഷം മെയ് 11 അച്ഛൻ മരിക്കുകയുണ്ടായി. ആ സമയത്ത് നിരവധി ട്രീറ്റ്മെൻറ്റുകൾ അച്ഛന് വേണ്ടി നടന്നിരുന്നു. ആ സമയത്താണ് അച്ഛന് ഓപ്പൺ ഹാർട്ട് സർജറി വേണ്ടി വന്നു. ഓപ്പൺ ഹാർട്ട് സർജറി വന്ന സമയത്ത് ECMO എന്ന് പറയുന്നൊരു മെഷീൻ അച്ഛൻ്റെ ശരീരത്തിൽ ഘടിപ്പിക്കേണ്ടതായിട്ട് വന്നു. അതായത് ഈ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്ന സമയത്ത് ഹാർട്ടിൻ്റെ ആർട്ടിഫിഷ്യലായിട്ട് പ്രവർത്തനം നടത്തുന്ന ഒരു മെഷീനാണ് ECMO. ദിവസവും ഏകദേശം ഒരു 50,000 രൂപയ്ക്കടുത്ത് അതിന് ചിലവുണ്ട്. അത് 6-7 ദിവസം അത് അച്ഛനിൽ ഘടിപ്പിച്ചിരുന്നു. കാര്യം ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഏകദേശം ഒരു 3 ലക്ഷം രൂപ ആയിരുന്നു. 3 ലക്ഷം രൂപയായിരുന്നു. ആ സമയത്ത് ഹോസ്പിറ്റലിൻ്റെ ആൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ECHSൻ്റെ കവറേജിൽ ഈ ഫെസിലിറ്റി ഇല്ല, ഈ ECMOയ്ക്ക് ഈ 3 ലക്ഷം രൂപ ഇല്ല. അപ്പം അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, 3 ലക്ഷം രൂപ നിങ്ങൾ പ്രയറായിട്ട് അടയ്ക്കണം. അമ്മ മാത്രമേ ഉള്ളൂ അന്ന് ഹോസ്പിറ്റലിൽ. ഞാൻ ഖത്തറിലായിരുന്നു, ഞാൻ എത്തിയിട്ടില്ലായിരുന്നു. അപ്പം അമ്മ മാത്രമേ ഉള്ളൂ. ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കണമെന്നുള്ളൊരൊറ്റ വ്യഗ്രതയിലൊന്നും ആലോചിച്ചില്ല. അമ്മ അടുത്ത് നിന്ന ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളിൽ നിന്ന് പൈസ മേടിച്ചു, 3 ലക്ഷം രൂപ അടച്ചു. ഇതായിരുന്നു സംഭവം. ആ പൈസ കൊടുക്കുന്ന സമയത്ത് ഹോസ്പിറ്റലുകാർ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് എന്നാണോ ECHSൻ്റെ പേയ്മെൻറ്റ്, അതായത് അവർ ഗവൺമെൻറ്റിൽ നിന്ന് പൈസ കിട്ടുന്നത്, ഈ 3 ലക്ഷം രൂപ നിങ്ങൾക്ക് തിരിച്ചു തരും എന്നുള്ളൊരു ഉറപ്പിന്മേലാണ് നമ്മൾ ആ 3 ലക്ഷം രൂപ കൊടുത്തത്. അപ്പം അച്ഛൻ്റെ ശരി 3 ലക്ഷം രൂപ കൊടുത്തു. എന്താ പറയുക, പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു, നമ്മളെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം ശ്രമിച്ചു. പക്ഷേ അച്ഛൻ ആയുസ് ഉണ്ടായിരുന്നില്ല. മെയ് 11 അച്ഛൻ ഇഹലോകവാസം വെടിഞ്ഞു. ഞാൻ 10 ദിവസം കഴിഞ്ഞ് മെയ് 21 ഖത്തറിൽ നിന്ന് തിരിച്ച് നാട്ടിലെത്തുന്നത്. അതിനുശേഷം 14 ദിവസം ക്വാറന്റൈന് ശേഷം ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ച സമയത്ത് അവർ പറഞ്ഞു ECHSൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ എനിക്കറിയാൻ കഴിഞ്ഞിരുന്നു ECHSൽ നിന്ന് അവർക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, ഗവൺമെൻറ് അതിന് ഫണ്ട് ഹോസ്പിറ്റലിന് കൊടുത്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞത്, അല്ലെങ്കിൽ അമ്മയോട് പറഞ്ഞതെന്ന് വെച്ചാൽ, മുഴുവൻ ഫണ്ടും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ 70,000 രൂപ തരാൻ മാത്രമേ നിർവാഹമുള്ളൂ. 70,000 രൂപയെ നിങ്ങൾക്കിപ്പം തരാൻ പറ്റത്തുള്ളൂ. ബാക്കി 2,30,000 രൂപ നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. അതായത് 3 ലക്ഷം കൊടുത്ത സമയത്ത് ഇപ്പം അവർക്ക് തരാൻ പറ്റുന്നത് 70,000 രൂപയുള്ളെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നേരെ ECHSൻ്റെ സെല്ലുണ്ട് പത്തനംതിട്ട, തുമ്പമണ്ണിൽ പോയിട്ട് കാര്യം പറഞ്ഞു. സാറേ ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അവർ അമ്മയോട് ചോദിച്ച കാര്യം എന്ന് വെച്ചാൽ, എന്തിനാണ് നിങ്ങൾ പൈസ കൊടുത്തത്, എന്തിന് കൊടുത്തു, ആരോട് ചോദിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനായിരുന്നു, അമ്മ മാത്രമേ ഉള്ളായിരുന്നു, ICUവിൻ്റെ ഫ്രണ്ടിലായിരുന്നു. അപ്പം അമ്മയ്ക്കൊന്നും ചിന്തിക്കാനൊന്നുമില്ലായിരുന്നു സാറേ. ഭർത്താവിൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കണം എന്നുള്ള ഒരൊറ്റ വ്യഗ്രതയിൽ ചെയ്ത, ആരോടും ചോദിക്കാനും ഒന്നും അറിയില്ലായിരുന്നു സാറേ. അപ്പം അവർ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ കേസ് ടേക്കപ്പ് ചെയ്തോളാമെന്ന് പറഞ്ഞു. അതിനുശേഷം അവർ നല്ല സപ്പോർട്ടീവായിരുന്നു. അതിനുശേഷം 1 മാസം കഴിഞ്ഞു, വലിയ പ്രോഗ്രസ് ഒന്നുമില്ല. വീണ്ടും ചെന്ന സമയത്ത് ഞാൻ PMO പ്രൈം മിനിസ്റ്റർ ഓഫീസിലേക്ക് ഒരു മെയിൽ അയച്ചു. നമ്മളൊക്കെ സാധാരണക്കാരല്ലേ, അവസാനത്തെ ഹോപ്പ് എന്നുള്ള രീതി ഇതും അങ്ങ് ചെയ്തേക്കാമെന്നുള്ള രീതിയിൽ അങ്ങ് അയച്ചതാണ്. ഒരു റിസൾട്ടും പ്രതീക്ഷിച്ചല്ല, സത്യസന്ധമായിട്ട് പറയട്ടെ. 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ തിരുവനന്തപുരത്തു നിന്ന് എനിക്കൊരു കോൾ വന്നു. അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനൊരു കംപ്ലയിൻറ്റ് PMO ഓഫീസിൽ നിന്ന് റീഡയറക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. മോനെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് പറയുമെന്ന് ചോദിച്ചു. ഞാൻ ഡീറ്റെയിൽസ് ഇന്ന പോലെയാണ് സാറേ, 3 ലക്ഷം രൂപ കൊടുത്തിരുന്നു, തിരിച്ച് 3 ലക്ഷം തരാമെന്ന് പറഞ്ഞാണ് കൊടുത്തത്. പക്ഷേ ഇപ്പം പറയുന്നു 70,000 രൂപ തരാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നതെന്ന് എല്ലാം പറഞ്ഞു. അപ്പോൾ എന്നോട് ആൾ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, മോനെ അമ്മയുടെ ഹെൽത്ത് നോക്കുക, സമാധാനമായിട്ടിരുന്നോളൂ, ഞങ്ങൾ ഈ കേസ് ടേക്കപ്പ് ചെയ്തോളാം.
കൃത്യം 1 മാസം കഴിഞ്ഞപ്പോഴത്തേന് ബിലീവേഴ്സ് ചർച്ചിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, ഫ്രോഡ് ആൻഡ് കേസും അങ്ങനെ എന്തെങ്കിലും ഒരുപാട് നികുതിപ്പണ വെട്ടിപ്പോ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ദൈവമേ ഇനി 70,000 രൂപ തരാമെന്ന് പറഞ്ഞാൽ അതും കിട്ടത്തില്ലയോ എന്ന് വിചാരിച്ച് അമ്മ വീണ്ടും ECHSൻ്റെ ഓഫീസിലേക്ക് വിളിക്കുകയുണ്ടായി. വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ദയവ് ചെയ്തത് മേടിക്കണ്ട, നിങ്ങളുടെ കേസ് ഒരു കേസായിട്ട് മാറിയിട്ടുണ്ട്, ഇപ്പം കേസിലാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളെ വിളിക്കുകയാണ്, പറയുകയാണ് അമ്മയുടെ പാസ്ബുക്കിൻ്റെ കോപ്പി വേണം, ആ 3 ലക്ഷം രൂപ ഇടാനാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ആ 3 ലക്ഷം രൂപ അമ്മയുടെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആയി. ഞാനിത് പറയാൻ കാരണമെന്ന് വെച്ചാൽ 2 കാരണങ്ങൾ. എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇത് സാധാരണക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. നമ്മളൊക്കെ സാധാരണക്കാരാണ്, നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഒന്ന്, ECHSുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ആൾക്കാർ അഡ്മിറ്റ് ആവുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അറിഞ്ഞിരിക്കേണ്ട ഒരൊറ്റ കാര്യം, ECHSൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫുള്ളി ഫ്രീ ആണ്. കേന്ദ്ര ഗവൺമെൻറ് ഫുള്ളി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്. നമ്മുടെ രാജ്യസേവനത്തിന് വേണ്ടി നമ്മുടെ വിമുക്ത ഭടന്മാർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റിയാണ് ECHS. ഇൻ കേസ് നിങ്ങളോട് ഹോസ്പിറ്റൽ അധികൃതർ പറയുകയാണ് ഇന്നത് നിങ്ങൾ സെപ്പറേറ്റ് പേയ്മെൻറ്റ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ, ആദ്യം നിങ്ങളുടെ കയ്യിൽ ഏത് ജില്ലയിൽ നിന്നാണോ നിങ്ങളുള്ളത് ആ ജില്ലയിലെ ECHS സെല്ലിൻ്റെ നമ്പർ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. കാര്യം, എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾ ആദ്യം വിളിക്കേണ്ടത് അവരാണ്. അവരോട് വിളിച്ച് അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ പൈസ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാവൂ. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതുകൊണ്ട് ആരാണോ അഡ്മിറ്റ് ആവുന്നത്, എവിടെ നിന്നാണോ അഡ്മിറ്റ് ആവുന്നത്, ആ കൺസേൺഡ് പ്ലേസിലെ ECHS സെല്ലിൻ്റെ നമ്പർ നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഒരു അഭ്യർത്ഥനയാണ്, അനുഭവം കൊണ്ട് പറയുകയാണ്. 2, PMO ഓഫീസ്. ഒരുപാട് ആളുകൾക്ക് അറിയില്ല ഇങ്ങനൊരു സംവിധാനം ഉണ്ട്. കാര്യം, സാധാരണക്കാരനെ വഞ്ചിക്കാൻ വളരെ എളുപ്പമാണ്. നാളെ എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് സാധാരണക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ആരോട് പരാതി പറയും, ഞാൻ ഇത്രയും പുറകെ നടന്നിട്ടും ആരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയുള്ള സാധാരണക്കാരുണ്ടല്ലോ, പറ്റിക്കപ്പെടാൻ എളുപ്പമുള്ള സാധാരണക്കാരൻ. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. PMO ഓഫീസ് എന്ന് എൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം. ആ സൈറ്റിൽ കയറിയിട്ട് ഇൻ്ററാക്ട് വിത്ത് PM എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതായത് പ്രൈം മിനിസ്റ്ററുമായിട്ട് സംവദിക്കുക. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പരാതി എന്താണോ ആ പരാതി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക, അല്ലെങ്കിൽ കുറച്ച് ബ്രീഫായിട്ട് എഴുതി കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് തരത്തിലാണോ ബുദ്ധിമുട്ടുന്നത്, അതിന് ഞാൻ 100% എന്ന് പറയുന്നില്ല, പക്ഷേ ഇപ്പം എല്ലാ കേസസും, ഞാനൊരു സാധാരണക്കാരനാണ്, ഞാനും ഒരു മെയിൽ അയച്ചത്, അവർ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആ ക്വയറി റീഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ആ കാര്യം നിങ്ങളെല്ലാവരും അറിയണം. കാര്യം, ഓഫീസിലേക്ക് അയച്ചാൽ നിങ്ങൾക്ക് എന്താണോ ബുദ്ധിമുട്ട് അവർ നിങ്ങളെ വിളിച്ചിരിക്കും, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിളിച്ചിരിക്കും. ഓട്ടോമാറ്റിക്കലി ആ കാര്യങ്ങൾ സോൾവ് ആവും. പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ, ഇതെൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഈ ഒരു വീഡിയോ കൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് ഗുണമുണ്ടായാൽ അത്രയും സന്തോഷമാണ്. PMO എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ഓഫീസ് എന്ന് പറയുന്ന സൈറ്റുണ്ട്. അതിൽ കയറി ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ ഡീറ്റെയിൽസും എന്തൊക്കെയാണ് പ്രശ്നമെന്ന് മെൻഷൻ ചെയ്ത് എഴുതിയാൽ നിങ്ങൾക്ക് അതിനുള്ള ക്വയറിക്ക് റിസോൾവ് ഉണ്ടാകും, അതിനുള്ളൊരു പരിഹാരം നിങ്ങൾക്കുണ്ടാകും. വീണ്ടും പറയാണ്, ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഈ ഒരു വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഗുണമുണ്ടായാൽ അതാണ് എൻ്റെ മോട്ടീവ്. എൻ്റെ അനുഭവം, ഈ വീഡിയോ ചെയ്യാനുള്ള പ്രേരണ അതാണ്. ദയവ് ചെയ്ത് എല്ലാവരും മാക്സിമം ഇതൊന്ന് ഷെയർ ആക്കണം. ഇങ്ങനൊരു സംവിധാനം ഉണ്ട് എന്ന് നമ്മളെപ്പോലുള്ള മറ്റുള്ള സാധാരണക്കാർ കൂടി അറിയിച്ചു കൊടുക്കണം. വളരെ സന്തോഷം.